ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനപ്പോൾ ഇന്നൊരു നെയിലാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. നെയിലാർട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഇടിച്ച് നെയിൽ പോളിഷ് ഇടുന്നു. ഞാൻ അതിന് വിളിക്കുന്നത് നെയിലാർട്ടെന്ന് മാത്രം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കയ്യിലുള്ള നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുകയാണ്. എനിക്ക് ലിക്വിഡിനേക്കാളും ഇഷ്ടം ടിഷ്യൂ ആണ്. ഞാൻ ടിഷ്യൂ വെച്ചാട്ടോ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്നത്. നെയിൽ പോളിഷ് പിന്നെ നഖത്തിന് അത്ര ഷേപ്പൊന്നുമില്ല. നഖം വളർത്താറൊന്നുമില്ല, കാരണം കുട്ടീനെ എടുക്കുന്നതുകൊണ്ട് വളർത്താറില്ല. അപ്പോൾ ഞാൻ നെയിൽ പോളിഷ് നേരത്തെ ഇട്ടിരുന്ന റെഡാണ്, അത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് റെഡ് തന്നെയാണ്. അതൊരു വലിയ കഥയാണ്, വഴിയെ മനസ്സിലാകും. ഇപ്പോൾ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുള്ള്. വാങ്ങിച്ച സ്റ്റിക്കറാണ് ഇത്. നമ്മുടെ കയ്യിലൊട്ടിച്ച് വെച്ചാൽ നല്ല രസമായിരിക്കും നെയിൽ ആർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇത് നമ്മുടെ മോതിരവിരലിൽ ഒട്ടിച്ചിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള വിരലുകളിൽ നമ്മുടെ നെയിൽ പോളിഷ് ഇടാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ള കളറാണ് റെഡ് എന്ന് പറയുന്നത്. എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കയ്യിലിടുന്നത്. റെഡും ഉണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കളറും ഉണ്ട്, പിന്നെ ഒരു മുന്തിരി കളറുണ്ട്. അതായത് കുഞ്ഞിൻ്റെ കയ്യിലാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എപ്പോഴും റെഡ് ഇടുന്നതുകൊണ്ട് ഇത്തവണ ഞാൻ മുന്തിരി കളർ ചൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയായിരുന്നു, അപ്പോഴേക്കും എൻ്റെ കുട്ടി വന്നു. പിന്നെ ഞാൻ തൂത്ത് കളഞ്ഞു. ഇനി അവളുടെ കയ്യിൽ മേടിച്ചിട്ട് വേണം എനിക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനത് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. നമ്മുടെ ഈ വിരലിൽ മാത്രം നമ്മൾ ഇടുന്നില്ല, ബാക്കി അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഇടുന്നു. ബാക്കി എല്ലാത്തിലും സെയിം കളറ്. എനിക്ക് റെഡ് ഇടുന്നതിനോടാണ് ഇഷ്ടം. പിന്നെ കാലിൽ ഞാൻ റെഡാണ് ഇട്ടേക്കുന്നത്. നോക്കാം ഏതാ നല്ലതെന്ന്. ഓക്കെ, ഞാൻ എല്ലാം സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നഖം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വലിയ വൃത്തിയൊന്നുമില്ല. പിന്നെ ഞാനിത് നേരത്തെ ഇട്ടു എന്ന് പറഞ്ഞ നെയിൽ പോളിഷ് ആട്ടോ, അത് ഞാൻ ഒന്നുകൂടി റിമൂവർ വെച്ച് കളയുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഇടാം. അപ്പം സ്റ്റിക്കർ ഇളകി പോകാതിരുന്നോളും. ഇപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്, കാണാനൊന്നും പറ്റില്ല വൈറ്റ് ആയതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള 4 വിരൽ നമ്മൾ ഒന്നെങ്കിൽ റെഡ് അല്ലെങ്കിൽ മറ്റേ ബ്ലൂ കളറ്, വയലറ്റ് കളറുള്ള നെയിൽ പോളിഷ് ഇടും. എനിക്ക് റെഡാണ് ഇഷ്ടം, പിന്നെ ഞാൻ വയലറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അതിട്ടിട്ട് കാണിച്ചു തരാട്ടെ നിങ്ങളെ. നല്ല രസമുണ്ടല്ലോ സ്റ്റിക്കർ. പെട്ടെന്ന് ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സൈഡിലൊക്കെ പറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല ഈ സ്റ്റിക്കർ എന്ന് പറയുന്നത്. കുറച്ച് 2-3 ദിവസം കഴിയുമ്പോഴേക്കും സാധനം ഇളകി പോകാറുണ്ട് കേട്ടോ. തന്നെ എത്ര നമ്മൾ നെയിൽ പോളിഷ് ഇട്ടു എന്ന് പറഞ്ഞാൽ അത് പോകാറുണ്ട്. നല്ല രസമില്ലേ ഗൈസ്? നെയിൽ പോളിഷ് എനിക്ക് കിട്ടുന്ന ഒരു ഉറപ്പുമില്ല. എൻ്റെ കുട്ടി അത് തരുന്നില്ല. അപ്പം ഞാൻ റെഡ് തന്നെ ഇട്ട്. പക്ഷെ എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടം, കുറച്ചും കൂടി വയലറ്റിനേക്കാളും ഇഷ്ടം ഇതാണ്. നല്ല രസമില്ലേ ഗൈസ്? എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കൈ ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത് റെഡ് തന്നെയാണ്, സ്റ്റിക്കർ മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇപ്പം ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കൈ ഇഷ്ടപ്പെട്ടു കേട്ടോ. നെയിൽ പോളിഷ് തരുമോടാ? താടാ, നെയിൽ പോളിഷ് തരുമോ? തരില്ല, തരില്ല. താടാ, നോ, താ, എടുത്തോട്ടെ അമ്മ. താങ്ക് യു. കിട്ടി ഗൈസ്. ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞപ്പോൾ കിട്ടുകയും ചെയ്തു, എൻ്റെ ഒരു നെയിൽ പോളിഷ് പോവുകയും ചെയ്തു. മേടിച്ച് ഗൈസ്. ഞാൻ ഡബിൾ കോട്ട് ഇട്ടിട്ടുണ്ട് നെയിൽ പോളിഷ്. ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട്. പിന്നെ അത്ര എക്സ്പേർട്ടൊന്നുമില്ല ഞാൻ ഈ നെയിൽ പോളിഷ് ഇടാൻ വേണ്ടിയിട്ട്. എനിക്കറിയാവുന്നതിലൊക്കെ ഞാൻ അങ്ങ് ഇടും. പിന്നെ സൈഡിലൊക്കെ പറ്റിയിട്ടുണ്ടാകും, പക്ഷേ കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ തന്നെ എല്ലാവരും കാണാനൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ഇടത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ.